അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ശുദ്ധമായ മഞ്ഞൾ വെച്ചിട്ട് നാടൻ മഞ്ഞൾ വെച്ചിട്ട് എങ്ങനെയാണ് മഞ്ഞൾ പൊടിച്ചെടുക്കാവുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ പറമ്പിൽ പോയിട്ട് ഈ മഞ്ഞളെല്ലാം വെട്ടിയെടുത്തുകൊണ്ട് വരാം. നമ്മളൊരു മൂട് പറിക്കുന്നേ കാണിക്കുന്നുള്ളൂ, ബാക്കി എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പം പറിച്ച മഞ്ഞൾ. ഇനി മൊത്തം കൂടി കാണിച്ചു തരാം. ഇതിപ്പം നമ്മളിപ്പോൾ ഒരു മൂട് പറിച്ചത് മാത്രം കാണിക്കുന്നുള്ളൂ. ഇനിയിപ്പം നമ്മൾ പറിച്ചതെല്ലാം കൂടെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറിച്ചത്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ നമ്മുടെ അമ്മയുടെ കൃഷിത്തോട്ടത്തിലെ മഞ്ഞളാണ് കേട്ടോ. ഒരു ചരുവ നിറയുണ്ട്. അത് പുഴുങ്ങാൻ വെച്ചേക്കാണ്. വലിയ പീസെല്ലാം കീറി ഇട്ടിട്ടുണ്ട്. കാണത്തില്ല പുക കാരണം. ഇനിയിപ്പോൾ ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കുവേ. ഇത് വേവണോ? ഇത് കഴിയുമ്പോൾ വെയിലത്തിട്ട് ഉണക്കി പിന്നെ ശുദ്ധമായ പൊടിച്ച് വിഷമൊന്നും കെമിക്കൽ ചേരാത്ത മഞ്ഞൾ പൊടി കിട്ടും. അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് വെന്തതിന് ശേഷം കോരി വെള്ളം പോർത്തി വെയിലത്ത് കൊണ്ടിട്ട് ഉണങ്ങി 3-4 ദിവസം ഉണങ്ങണം. നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോൾ പൊടിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം. വിഷമില്ലാത്ത കെമിക്കലില്ലാത്ത മഞ്ഞൾ പൊടി, ഫ്രഷ് മഞ്ഞൾ. ഇത് കോരി മാറ്റി വെന്തോ ഇത്? തോർന്ന് കഴിയുമ്പോൾ വെയിലത്തിട്ട് ഉണങ്ങണം അല്ലേ? കിഴുത്ത പാത്രത്തിലല്ലേ പോകുന്നത്? നമ്മളിതെല്ലാം കൂടെ നല്ലോണം വൃത്തിയാക്കി വേവിച്ച് ഇപ്പം നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്, ഒരു കിഴുത്ത പാത്രത്തിലേക്ക്. ഇനി നമ്മളിത് 3-4 ദിവസം വെയിലത്തിട്ട് ഉണക്കി നന്നായിട്ട് ഉണക്കണം. എന്നിട്ട് അത് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കുവേ. തണുത്ത് കഴിയുമ്പോൾ മഞ്ഞൾ കുഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ, പച്ചക്കറികൾക്ക് ഒഴിച്ചാൽ കീടങ്ങളൊന്നും വരത്തില്ല. പയറ്, പാവല്, ചീര, ഇതിനൊക്കെ ഈ വെള്ളം തണുത്ത് കഴിഞ്ഞിട്ട് കൊണ്ടൊഴിച്ചാൽ മതി.
ഫ്രണ്ട്സ്, നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ 3-4 ദിവസം കഴിഞ്ഞിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കും കേട്ടോ, നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉണക്കിയതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിപ്പിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.